ഇന്നത്തെ വചനവായനാ ഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം 25 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളും സങ്കീർത്തനങ്ങൾ 24 മുതൽ 27 വരെയും. ഉൽപ്പത്തി അധ്യായം 25. അബ്രാഹത്തിന്റെ ഇതര സന്തതികൾ. അബ്രാഹം കെത്തൂറ എന്നു പേരുള്ള ഒരു സ്ത്രീയെ കൂടി വിവാഹം ചെയ്തിരുന്നു. സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാക്, ഷൂവാഹ് എന്നിവരെ അവൾ പ്രസവിച്ചു. യോക്ഷാൻ ഷെബാനും ദദാനും ജന്മം കൊടുത്തു. ദദാന്റെ സന്തതികളായിരുന്നു അഷൂറിം, ലത്തൂഷിം, ലെവൂമിം എന്നിവർ. മിദിയാന്റെ സന്തതികൾ ഏഫ, ഏഫർ, ഹനോക്, അബീദ, എൽദ എന്നിവരാണ്. ഇവരെല്ലാമായിരുന്നു കെത്തൂറായുടെ സന്തതികൾ. അബ്രാഹം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇസഹാക്കിന് കൊടുത്തു. തന്റെ ഉപനാരികളിലുണ്ടായ മക്കൾക്കും അബ്രാഹം സമ്മാനങ്ങൾ നൽകി. അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെയെല്ലാം തന്റെ മകനായ ഇസഹാക്കിൽ നിന്ന് ദൂരെ കിഴക്കൻ ദേശത്തേക്ക് പറഞ്ഞയച്ചു. അബ്രാഹത്തിന്റെ മരണം. അബ്രഹാം പൂർത്തിയാക്കിയ ആയുഷ്കാലം 175 വർഷമായിരുന്നു. അബ്രാഹം അന്ത്യശ്വാസം വലിച്ചു. വാർദ്ധക്യത്തിന്റെ തികവിൽ വയോധികനും സംതൃപ്തനുമായി മരിച്ച് അവൻ തന്റെ ജനങ്ങളോട് ചേർന്നു. അവന്റെ പുത്രന്മാരായ ഇസഹാക്കും ഇസ്മായേലും ഒരുമിച്ച് മാമ്രയ്ക്കടുത്ത് ഹിത്യനായ സോഹാറിന്റെ പുത്രൻ എഫ്രോനിന്റെ പറമ്പിലെ മക്പെല ഗുഹയിൽ അവനെ സംസ്കരിച്ചു. ഹിത്യരിൽ നിന്ന് അബ്രാഹം വിലയ്ക്ക് വാങ്ങിയതാണ് ആ പറമ്പ്. അവിടെയാണ് അബ്രാഹവും അവന്റെ ഭാര്യ സാറായും സംസ്കരിക്കപ്പെട്ടത്. അബ്രാഹത്തിന്റെ മരണശേഷം അവന്റെ പുത്രൻ ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. ഇസഹാക്ക് ബെർലഹായിറോയുടെ സമീപത്ത് പാർത്തു. ഇസ്മായിലിന്റെ സന്തതികൾ. അബ്രാഹത്തിനായി സാറായുടെ ഈജിപ്തുകാരി പരിചാരിക ഹാഗാർ പ്രസവിച്ച അബ്രാഹത്തിന്റെ പുത്രൻ ഇസ്മായിലിന്റെ തലമുറകൾ ഇവയാണ്. ജനനക്രമമനുസരിച്ച് ഇസ്മായിലിന്റെ മക്കളുടെ പേര് വിവരം. ഇസ്മായിലിന്റെ കടിഞ്ഞൂൽ പുത്രനായ നെബായോത്ത്, കേദാർ, അദ്ബേൽ, മിബ്സാം, മിഷ്മ, ദോമ, മസ, ഹദാദ്, തേമ, യത്തൂർ, നഫീഷ്, കെദെമ. ഇവരാണ് ഇസ്മായിലിന്റെ പുത്രന്മാർ. ഗ്രാമങ്ങളും താമസ സ്ഥലങ്ങളും അനുസരിച്ച് അവരുടെ ജനതകളുടെ 12 പ്രഭുക്കന്മാരുടെ പേരുകളാണിവ. ഇസ്മായിലിന്റെ ആയുഷ്കാലം. ഇസ്മായിലിന്റെ ആയുഷ്കാലം 137 വർഷമായിരുന്നു. അവൻ അന്ത്യശ്വാസം വലിച്ച് മരിച്ച തന്റെ ജനങ്ങളോട് ചേർന്നു. ഈജിപ്തിനു മുമ്പിൽ അസീറിയയിലേക്കുള്ള ദിശയിൽ ഹവില മുതൽ ഷൂർ വരെ അവർ കുടിപാർത്തു. അവൻ തന്റെ സഹോദരന്മാർക്കെല്ലാം മുൻപിൽ താമസിച്ചു. ഏസാവും യാക്കോബും. അബ്രാഹത്തിന്റെ പുത്രൻ ഇസഹാക്കിന്റെ തലമുറകൾ ഇവയാണ്. അബ്രാഹം ഇസഹാക്കിന് ജന്മം കൊടുത്തു. പദാൻ ആരാമിൽ നിന്നുള്ള അരമായനായ ബെത്തുവേലിന്റെ പുത്രിയും അരമായനായ ലാബാന്റെ സഹോദരിയുമായ റിബേക്കായെ ഭാര്യയായി സ്വീകരിക്കുമ്പോൾ ഇസഹാക്കിന് 40 വയസ്സായിരുന്നു. ഇസഹാക്ക് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിച്ചു. കാരണം അവൾ വന്ധ്യയായിരുന്നു. കർത്താവ് അവന്റെ യാചന കേൾക്കുകയും അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിക്കുകയും ചെയ്തു. അവളുടെ ഉദരത്തിൽ കിടന്ന് പുത്രന്മാർ മല്ലിട്ടപ്പോൾ അവൾ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത് എന്തിനാണ്? അവൾ കർത്താവിന്റെ പക്കൽ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പോയി. കർത്താവ് അവളോട് അരുൾ ചെയ്തു, 2 ജാതികൾ നിന്റെ ഉദരത്തിൽ, 2 ജനതകൾ നിന്റെ ഉള്ളിൽ വെച്ച് വേർതിരിക്കപ്പെടും. ഒരു ജനത മറ്റേ ജനതയേക്കാൾ ശക്തമാകും. മൂത്തവൻ ഇളയവനെ സേവിക്കും. അവളുടെ പ്രസവകാലം പൂർത്തിയായപ്പോൾ ഇതാ അവളുടെ ഉദരത്തിൽ ഇരട്ടകൾ. ഒന്നാമൻ പുറത്തേക്ക് വന്നു. അവൻ ചെവന്നിരുന്നു. അവന്റെ ദേഹം മുഴുവൻ രോമക്കുപ്പായം പോലെയായിരുന്നു. അവർ അവന് ഏസാവ് എന്ന് പേരിട്ടു. അതിനുശേഷം അവന്റെ സഹോദരൻ പുറത്തു വന്നു. അവന്റെ കരം ഏസാവിന്റെ കുതികാലിൽ പിടിച്ചിരുന്നു. അവനെ യാക്കോബ് എന്ന് പേര് വിളിച്ചു. അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് 60 വയസ്സായിരുന്നു. ഏസാവ് കടിഞ്ഞൂൽ അവകാശം വിൽക്കുന്നു. കുട്ടികൾ വളർന്നപ്പോൾ ഏസാവ് നായാട്ടിൽ സമർത്ഥനും വനപ്രദേശ മനുഷ്യനുമായിരുന്നു. യാക്കോബാകട്ടെ കൂടാരങ്ങളിൽ പാർക്കുന്ന പ്രശാന്തനും. നായാട്ടിറച്ചി തനിക്ക് രുചികരമാകിയാൽ ഇസഹാക്ക് ഏസാവിനെ സ്നേഹിച്ചു. എന്നാൽ റെബേക്ക യാക്കോബിനെയാണ് സ്നേഹിച്ചത്. ഒരിക്കൽ യാക്കോബ് പായസം പാചകം ചെയ്യുകയായിരുന്നു. അപ്പോൾ ഏസാവ് വയലിൽ നിന്നും വന്നു. അവൻ അവശനായിരുന്നു. ഏസാവ് യാക്കോബിനോട് പറഞ്ഞു, ആ ചുമന്നിരിക്കുന്നതിൽ നിന്ന് എനിക്ക് തിന്നാൻ തരിക, കാരണം ഞാൻ അവശനായിരിക്കുന്നു. തന്മൂലം അവന് ഏദോം എന്ന് പേരുണ്ടായി. യാക്കോബ് പറഞ്ഞു, ഇപ്പോൾ തന്നെ നിന്റെ കടിഞ്ഞൂൽ അവകാശം എനിക്ക് വിൽക്കുക,
ഏസാവ് പറഞ്ഞു, ഞാനിതാ ചാകാൻ പോകുന്നു, ഈ കടിഞ്ഞൂൽ അവകാശം എനിക്കെന്തിന്? യാക്കോബ് പറഞ്ഞു, ഇപ്പോൾ തന്നെ എന്നോട് ശപഥം ചെയ്യുക. ഏസാവ് അവനോട് ശപഥം ചെയ്ത് തൻ്റെ കടിഞ്ഞൂൽ അവകാശം യാക്കോബിന് വിറ്റു. യാക്കോബ് ഏസാവിന് അപ്പവും പയറുപായസവും നൽകി. തിന്നുകയും കുടിക്കുകയും ചെയ്തിട്ട് അവൻ എഴുന്നേറ്റ് പോയി. അങ്ങനെ ഏസാവ് തൻ്റെ കടിഞ്ഞൂൽ അവകാശം അവമതിച്ചു. ഉൽപ്പത്തി അധ്യായം 26. ഇസഹാക്കും അബിമേലെക്കും. നാട്ടിൽ ഒരു ക്ഷാമമുണ്ടായി. മുമ്പൊരിക്കൽ അബ്രാഹത്തിന്റെ നാളുകളിൽ ഉണ്ടായ ക്ഷാമത്തിന് പുറമെയായിരുന്നു ഇത്. ഇസഹാക്ക് ഗെരാറിലേക്ക് ഫിലിസ്തീയരുടെ രാജാവായ അബിമേലെക്കിന്റെ പക്കലേക്ക് പോയി. കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തിരുന്നു, ഈജിപ്തിലേക്ക് പോകരുത്. ഞാൻ നിന്നോട് പറയുന്ന നാട്ടിൽ കുടിപാർക്കുക. ഈ നാട്ടിൽ തൽക്കാലവാസം ചെയ്യുക. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. നിനക്ക് നിന്റെ സന്തതിക്കുമായി ഈ ദേശമെല്ലാം ഞാൻ തരും. നിന്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത ശപഥം ഞാൻ ഉറപ്പിക്കും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. ഈ ദേശമെല്ലാം നിന്റെ സന്തതിക്ക് ഞാൻ നൽകും. ഭൂമിയിലെ എല്ലാ ജനതകളും നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടും. കാരണം അബ്രാഹം എൻ്റെ സ്വരം കേൾക്കുകയും എൻ്റെ അനുശാസനങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും പ്രബോധനങ്ങളും പാലിക്കുകയും ചെയ്തു. അങ്ങനെ ഇസഹാക്ക് ഗെരാറിൽ തന്നെ താമസിച്ചു. അന്നാട്ടുകാർ അവൻ്റെ ഭാര്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എൻ്റെ സഹോദരിയാണ് എന്നവൻ പറഞ്ഞു. കാരണം റബേക്ക കാണാൻ അഴകുള്ളവളായതുകൊണ്ട്. അവൾ നിമിത്തം അന്നാട്ടുകാർ അവനെ കൊന്നുകളയാതിരിക്കേണ്ടതിന് അവൾ എൻ്റെ ഭാര്യയാണ് എന്ന് പറയാൻ അവൻ ഭയപ്പെട്ടു. അവൻ കുറെ കാലം അവിടെ താമസമാക്കി. ഒരിക്കൽ ഫിലിസ്തീയരുടെ രാജാവായ അബിമേലെക്ക് ജാലകത്തിലൂടെ താഴേക്ക് നോക്കിയപ്പോൾ ഇതാ ഇസഹാക്ക് ഭാര്യ റബേക്കായെ പുണരുന്നത് കണ്ടു. അബിമേലെക്ക് ഇസഹാക്കിനെ വിളിച്ചു പറഞ്ഞു, നോക്കൂ, അവൾ തീർച്ചയായും നിന്റെ ഭാര്യയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവൾ എൻ്റെ സഹോദരിയാണ് എന്ന് നീ പറഞ്ഞത്? ഇസഹാക്ക് അവനോട് പറഞ്ഞു, അവൾ മൂലം ഞാൻ മരിക്കാതിരിക്കേണ്ടതിനാണ് അങ്ങനെ പറഞ്ഞത്. അബിമേലെക്ക് ചോദിച്ചു, ഇതെന്താണ് നീ ഞങ്ങളോട് ചെയ്തത്? ജനങ്ങളിൽ ആരെങ്കിലും അബദ്ധവശാൽ നിന്റെ ഭാര്യയോടൊത്ത് ശയിക്കുകയും അങ്ങനെ ഞങ്ങളുടെ മേൽ നീ കുറ്റം വരുത്തുകയും ചെയ്യുമായിരുന്നു. അതേ തുടർന്ന് അബിമേലെക്ക് എല്ലാ ജനങ്ങളോടും ഇപ്രകാരം കൽപ്പിച്ചു, ഈ മനുഷ്യനെയോ അവൻ്റെ ഭാര്യയോ ആരെങ്കിലും തൊട്ടുപോയാൽ അവൻ നിശ്ചയമായും മരിക്കും. ഇസഹാക്ക് ആ നാട്ടിൽ വിതയ്ക്കുകയും അക്കൊല്ലം തന്നെ 100 മീനി നേടുകയും ചെയ്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അവൻ അഭിവൃദ്ധിപ്പെട്ട് വളരെ വലിയവനാകുന്നതുവരെ പടിപടിയായി വളർന്നുകൊണ്ടിരുന്നു. അവന് സ്വന്തമായി ആടുമാടുകളും വലിയൊരു പരിചാരക വൃന്ദവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫിലിസ്തീയർക്ക് അവനോട് അസൂയ തോന്നി. അവന്റെ പിതാവായ അബ്രാഹത്തിന്റെ കാലത്ത് പിതാവിന്റെ വേലക്കാർ കുഴിച്ച എല്ലാ കിണറുകളും ഫിലിസ്തീയർ ഉപരോധിക്കുകയും പൂഴിയിട്ട് നികത്തുകയും ചെയ്തു. അബിമേലെക്ക് ഇസഹാക്കിനോട് പറഞ്ഞു, ഞങ്ങളെ വിട്ടുപോവുക, എന്തെന്നാൽ നീ ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തനായിരിക്കുന്നു. ഇസഹാക്ക് അവിടെ നിന്ന് പോയി ഗെരാർ നീർച്ചാലിനടുത്ത് താവളമടിച്ച് അവിടെ താമസമാക്കി. തന്റെ പിതാവായ അബ്രാഹത്തിന്റെ കാലത്ത് കുഴിച്ചതും അബ്രാഹത്തിന്റെ മരണശേഷം ഫിലിസ്തീയർ ഉപരോധിച്ചതുമായ വെള്ളമുള്ള കിണറുകളെല്ലാം ഇസഹാക്ക് പുതുക്കി കുഴിച്ചു. തന്റെ പിതാവ് നൽകിയിരുന്ന പേരുകൾ തന്നെ അവയ്ക്ക് നൽകുകയും ചെയ്തു. നീർച്ചാലിനടുത്ത് കുഴി കുഴിച്ചുകൊണ്ടിരിക്കെ ഇസഹാക്കിന്റെ വേലക്കാർ നീരുറവയുള്ള ഒരു കിണർ കണ്ടെത്തി. അപ്പോൾ ഗെരാറിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ഇസഹാക്കിന്റെ ഇടയന്മാരുമായി തർക്കിച്ചു. അവർ അവനോട് വഴക്കടിച്ചതിനാൽ അവൻ ആ കിണറിന് ഏസെക്ക് എന്ന് പേരിട്ടു. അവർ മറ്റൊരു കിണർ കുഴിച്ചു. അതിനെ പ്രതിയും അവർ തർക്കിച്ചു. അവൻ അതിനെ സിത്ന എന്ന് വിളിച്ചു. അവൻ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങി വേറൊരു കിണർ കുഴിച്ചു. എന്നാൽ അതിന്റെ പേരിൽ അവർ കലഹിച്ചില്ല. അവൻ അതിന് റെഹോബോത്ത് എന്ന് പേരിട്ടുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ഇടം വിസ്തൃതമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങൾ ഭൂമിയിൽ പെരുകും. അവിടെ നിന്ന് അവൻ ബർഷബയിലേക്ക് കയറി. ആ രാത്രിയിൽ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു, നിന്റെ പിതാവായ അബ്രാഹത്തിന്റെ ദൈവമാണ് ഞാൻ. നീ ഭയപ്പെടേണ്ട, എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എൻ്റെ ദാസനായ അബ്രാഹത്തെ പ്രതി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവൻ അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവൻ അവിടെ തന്റെ കൂടാരമടിച്ചു. ഇസഹാക്കിന്റെ ഭൃത്യന്മാർ അവിടെ ഒരു കിണർ കുഴിച്ചു. ഗെരാറിൽ നിന്ന് അബിമേലെക്ക് തന്റെ സ്നേഹിതനായ അഹൂസത്തും സേനാധിപനായ ഫിക്കോളുമൊത്ത് അവന്റെ അടുത്ത് ചെന്നു. ഇസഹാക്ക് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുക്കൽ വരുന്നത്? നിങ്ങൾ എന്നെ വെറുക്കുകയും നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പുറത്താക്കുകയും ചെയ്തതാണല്ലോ. അവർ പറഞ്ഞു,
കർത്താവ് നിന്നോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ വ്യക്തമായി കാണുന്നു. അതിനാൽ നിനക്കും ഞങ്ങൾക്കുമിടയിൽ ഒരു പ്രതിജ്ഞയാകട്ടെ എന്ന് ഞങ്ങൾ കരുതി ഞങ്ങൾ നിന്നോട് ഒരു ഉടമ്പടി ഉണ്ടാക്കാം. ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാതിരിക്കുകയും നിനക്ക് നന്മ മാത്രം ചെയ്യുകയും സമാധാനത്തിൽ നിന്നെ പറഞ്ഞയക്കുകയും ചെയ്തതുപോലെ നീയും ഞങ്ങളോട് തിന്മ ചെയ്യരുത്. നീ ഇപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹീതനാണ്. അവൻ അവർക്കൊരു വിരുന്നൊരുക്കി. അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു. അവർ അതിരാവിലെ എഴുന്നേറ്റ് അന്യോന്യം ശപഥം ചെയ്തു. ഇസഹാക്ക് അവരെ യാത്രയാക്കി. അവർ സമാധാനത്തോടെ അവനെ വിട്ടുപോയി. അന്ന് തന്നെ ഇസഹാക്കിന്റെ വേലക്കാർ വന്ന് തങ്ങൾ കുഴിച്ച കിണറിന്റെ കാര്യം അവനോട് വിവരിച്ചു. ഞങ്ങൾ വെള്ളം കണ്ടെത്തിയെന്ന് അവർ അവനെ അറിയിച്ചു. അവൻ അതിനെ ഷെബ എന്ന് വിളിച്ചു. അതിനാൽ ഇന്നുവരെയും ആ പട്ടണത്തിന് ബർഷബ എന്നാണ് പേര്. 40 വയസ്സായപ്പോൾ ഏസാവ് ഹിത്യനായ ബേരിയുടെ പുത്രി യൂദിത്തിനെയും ഹിത്യനായ ഏലോണിന്റെ പുത്രി ബാസ്മത്തിനെയും വിവാഹം ചെയ്തു. അവരാകട്ടെ ഇസഹാക്കിന്റെയും റെബേക്കായുടെയും മനസ്സിന് കയ്പായി തീർന്നു. ഉൽപ്പത്തി അധ്യായം 27. യാക്കോബിന് അനുഗ്രഹം. ഇസഹാക്കിന് പ്രായമായതോടെ കണ്ണുകൾക്ക് കാഴ്ച മങ്ങി. അദ്ദേഹം തന്റെ മൂത്ത മകൻ ഏസാവിനെ വിളിച്ച് അവനോട് പറഞ്ഞു, എൻ്റെ മകനെ. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വയസ്സായി, എൻ്റെ മരണദിവസം എനിക്ക് അറിഞ്ഞുകൂടാ. നിന്റെ ആയുധങ്ങളായ അമ്പും വില്ലും എടുത്ത് വനത്തിൽ പോയി എനിക്ക് വേണ്ടി ഇരയെ വേട്ടയാടുക. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ആത്മാവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് രുചിയുള്ള ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പാകപ്പെടുത്തി എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ ഭക്ഷിക്കട്ടെ. ഇസഹാക്ക് പുത്രൻ ഏസാവിനോട് പറയുന്നത് റെബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു. ഏസാവ് വേട്ടയിറച്ചി കൊണ്ടുവരേണ്ടതിന് വയലിലേക്ക് പോയി. റെബേക്ക തന്റെ പുത്രൻ യാക്കോബിനോട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ പിതാവ് നിന്റെ സഹോദരൻ ഏസാവിനോട് ഇങ്ങനെ പറയുന്നത് ഇപ്പോൾ ഞാൻ കേട്ടു. എനിക്കായി വേട്ടയിറച്ചി കൊണ്ടുവന്ന് രുചികരമായ ഭക്ഷണം പാകം ചെയ്യുക. ഞാൻ ഭക്ഷിച്ച് എൻ്റെ മരണത്തിനു മുമ്പായി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ മകനെ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ഇപ്പോൾ അനുസരിക്കുക. നീ ചെന്ന് ആട്ടിൻകൂട്ടത്തിൽ നിന്ന് 2 നല്ല കുഞ്ഞാടുകളെ എൻ്റെ അടുക്കൽ പിടിച്ചുകൊണ്ടുവരിക. ഞാൻ നിന്റെ പിതാവിന് വേണ്ടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ രുചികരമായവ പാകം ചെയ്യാം. നീ അത് നിന്റെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം. അപ്പോൾ അദ്ദേഹം അത് ഭക്ഷിക്കുകയും അതുവഴി മരണത്തിനു മുമ്പ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. യാക്കോബ് തൻ്റെ അമ്മ റെബേക്കായോട് പറഞ്ഞു, നോക്കൂ, എൻ്റെ സഹോദരൻ ഏസാവ് രോമാവൃതനാണ്, ഞാനാകട്ടെ രോമമില്ലാത്തവനും. ഒരു പക്ഷേ എൻ്റെ പിതാവ് എന്നെ തടവി നോക്കുകയും അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ പരിഹസിക്കുന്നവനെ പോലെ ആകുകയും ചെയ്താൽ അനുഗ്രഹമല്ല ശാപമായിരിക്കും ഞാൻ എൻ്റെ മേൽ വരുത്തിവെക്കുക. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, എൻ്റെ മകനെ, നിന്റെ ശാപം എൻ്റെ മേലായിരിക്കട്ടെ. ഇപ്പോൾ എൻ്റെ സ്വരം ശ്രവിക്കുക. നീ പോയി അവയെ പിടിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ പോയി അവയെ പിടിച്ച് അമ്മയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം അവൻ്റെ അമ്മ തയ്യാറാക്കി. റെബേക്ക തൻ്റെ മൂത്ത മകൻ ഏസാവിൻ്റെതായി വീട്ടിൽ അവളുടെ പക്കലുണ്ടായിരുന്ന ഏറ്റവും നല്ല വസ്ത്രങ്ങളെടുത്ത് തൻ്റെ ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു. ആട്ടിൻകുട്ടിയുടെ തോലുകൊണ്ട് അവൻ്റെ കൈകളും കഴുത്തിലെ മിനുസമുള്ള ഭാഗവും അവൾ പൊതിഞ്ഞു. അവൾ പാകം ചെയ്ത രുചികരമായ ഭക്ഷണവും അപ്പവും മകൻ യാക്കോബിന്റെ കൈവശം ഏൽപ്പിച്ചു. അവൻ പിതാവിന്റെ അടുക്കൽ ചെന്ന് വിളിച്ചു, പിതാവേ. അദ്ദേഹം വിളി കേട്ടു, ഇതാ ഞാൻ. നീ ആരാണ് മകനെ? യാക്കോബ് തന്റെ പിതാവിനോട് പറഞ്ഞു, അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ ഏസാവാണ് ഞാൻ. അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. എഴുന്നേറ്റിരുന്നാലും അങ്ങയുടെ ആത്മാവ് എന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ വേട്ട ഇറച്ചിയിൽ നിന്ന് ഭക്ഷിച്ചാലും. ഇസഹാക്ക് തന്റെ പുത്രനോട് ചോദിച്ചു, ഇതെന്താണ് എൻ്റെ മകനെ? ഇത്ര വേഗം നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞോ? അവൻ പറഞ്ഞു, അങ്ങയുടെ ദൈവമായ കർത്താവാണ് എനിക്കിത് സാധ്യമാക്കിയത്. അപ്പോൾ ഇസഹാക്ക് യാക്കോബിനോട് പറഞ്ഞു, മകനെ, ഞാൻ നിന്നെ സ്പർശിക്കേണ്ടതിന് അടുത്തു വരിക. നീ എൻ്റെ മകൻ ഏസാവ് തന്നെയല്ലേ? യാക്കോബ് തന്റെ പിതാവായ ഇസഹാക്കിന്റെ അടുത്ത് ചെന്നു. അവനെ തടവി നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, സ്വരം യാക്കോബിന്റെ സ്വരവും കൈകൾ ഏസാവിന്റെ കൈകളും. അവന്റെ കൈകൾ സഹോദരനായ ഏസാവിന്റെ കൈകൾ പോലെ രോമാവൃതമായിരുന്നതിനാൽ അദ്ദേഹം അവനെ തിരിച്ചറിഞ്ഞില്ല. അവനെ അദ്ദേഹം അനുഗ്രഹിച്ചു. അദ്ദേഹം ചോദിച്ചു, എൻ്റെ മകൻ ഏസാവ് നീ തന്നെയോ? ഞാൻ തന്നെ, അവൻ മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ്റെ വേട്ടയിറച്ചിയിൽ നിന്ന് ഞാൻ ഭക്ഷിച്ചിട്ട് എൻ്റെ ആത്മാവ് നിന്നെ അനുഗ്രഹിക്കുന്നതിനായി അത് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അവൻ അത് അദ്ദേഹത്തിൻ്റെ പക്കൽ കൊണ്ടുചെന്നു. അദ്ദേഹം ഭക്ഷിച്ചു. അവൻ അദ്ദേഹത്തിന് വീഞ്ഞു കൊണ്ടുചെന്നു. അദ്ദേഹം കുടിക്കുകയും ചെയ്തു. അവൻ്റെ പിതാവായ ഇസഹാക്ക് അവനോട് പറഞ്ഞു,
എൻ്റെ മകനെ, നീ അടുത്തു വന്ന് എന്നെ ചുംബിക്കുക. അവൻ അടുത്തു ചെന്ന് അദ്ദേഹത്തെ ചുംബിച്ചു. അവൻ്റെ വസ്ത്രത്തിൻ്റെ ഗന്ധം അറിഞ്ഞിട്ട് അവനെ ആശീർവദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നോക്കൂ, എൻ്റെ മകൻ്റെ ഗന്ധം കർത്താവ് അനുഗ്രഹിച്ച വയലിൻ്റെ ഗന്ധം പോലെ. ആകാശം മഞ്ഞിൽ നിന്ന് ഭൗമ ഫലപുഷ്ടിയിൽ നിന്നും ദൈവം നിനക്ക് നൽകട്ടെ. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയും. ജനങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജനപദങ്ങൾ നിന്നെ നമിക്കട്ടെ. നിന്റെ സഹോദരങ്ങൾക്ക് നീ അധികാരിയാവുക. നിന്റെ അമ്മയുടെ മക്കൾ നിന്നെ നമിക്കട്ടെ. നിന്നെ ശപിക്കുന്നവർ ശപ്തർ, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹീതർ. ഏസാവ് അനുഗ്രഹം യാചിക്കുന്നു. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞ് യാക്കോബ് തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തു കടന്ന മാത്രയിൽ അവൻ്റെ സഹോദരൻ ഏസാവ് നായാട്ട് കഴിഞ്ഞ് എത്തിച്ചേർന്നു. അവനും രുചികരമായ ഭക്ഷണം തയ്യാറാക്കി തൻ്റെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പിതാവിനോട് പറഞ്ഞു, എൻ്റെ പിതാവ് എഴുന്നേറ്റ് മകൻ്റെ നായാട്ടിറച്ചിയിൽ നിന്ന് ഭക്ഷിക്കട്ടെ. അതുവഴി അങ്ങയുടെ ആത്മാവ് എന്നെ അനുഗ്രഹിക്കട്ടെ. നീ ആരാണ്? അവൻ്റെ പിതാവായ ഇസഹാക്ക് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, അങ്ങയുടെ പുത്രൻ, അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ ഏസാവാണ് ഞാൻ. ഇസഹാക്ക് സംഭ്രമിച്ചുപോയി, അതിഭീമമായ സംഭ്രമം. അവൻ ചോദിച്ചു, അപ്പോൾ ഇരയെ നായാടി എനിക്ക് കൊണ്ടുവന്ന അവൻ ആരാണ്? നീ വരുന്നതിനു മുമ്പേ ഞാൻ അതിൽ നിന്നെല്ലാം ഭക്ഷിക്കുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തല്ലോ. അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ തന്നെയായിരിക്കും. ഏസാവ് പിതാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നിലവിളിച്ചു, അതിതിക്തമായ വൻ നിലവിളി. അവൻ പിതാവിനോട് അപേക്ഷിച്ചു, എന്നെ അനുഗ്രഹിക്കുക, എൻ്റെ പിതാവേ, എന്നെയും. അവൻ പറഞ്ഞു, നിന്റെ സഹോദരൻ ചതിവിൽ വന്ന് നിനക്കുള്ള അനുഗ്രഹം തട്ടിയെടുത്തല്ലോ. ഏസാവ് പറഞ്ഞു, അതുകൊണ്ട് തന്നെയല്ലേ അവനെ യാക്കോബ് എന്ന് വിളിക്കുന്നത്. ഇത് 2ാം പ്രാവശ്യമാണ് അവൻ എൻ്റെ കുതികാൽ വെട്ടുന്നത്. എൻ്റെ കടിഞ്ഞൂൽ അവകാശം അവൻ കൈക്കലാക്കി. ഇതാ ഇപ്പോൾ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു. എനിക്ക് വേണ്ടി ഒരനുഗ്രഹം പോലും അങ്ങ് നീക്കി വെച്ചിട്ടില്ലേ? അവൻ ചോദിച്ചു. ഇസഹാക്ക് ഏസാവിനോട് മറുപടിയായി പറഞ്ഞു, നോക്കൂ, ഞാൻ അവനെ നിന്റെ അധികാരിയായി അവരോധിച്ചിരിക്കുന്നു. അവൻ്റെ എല്ലാ സഹോദരങ്ങളെയും അവന് സേവകരായി ഞാൻ നൽകിയിരിക്കുന്നു. ധാന്യവും പുതുവീഞ്ഞും കൊണ്ട് ഞാൻ അവനെ ശക്തിപ്പെടുത്തി. എൻ്റെ മകനെ, നിനക്ക് വേണ്ടി എന്താണ് എനിക്കിനി ചെയ്യാൻ കഴിയുക? അപ്പോൾ ഏസാവ് പിതാവിനോട് പറഞ്ഞു, എൻ്റെ പിതാവേ, ഒറ്റ അനുഗ്രഹമേ അങ്ങയുടെ പക്കലുള്ളോ? എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ പിതാവേ, എന്നെയും. ഏസാവ് സ്വരമുയർത്തി കരഞ്ഞു. അവൻ്റെ പിതാവ് ഇസഹാക്ക് അവനോട് മറുപടിയായി പറഞ്ഞു, ഇതാ, ഭൗമ ഫലപുഷ്ടിയിൽ നിന്നും ഉന്നതാകാശത്തിൻ്റെ മഞ്ഞിൽ നിന്നും അകലെയായിരിക്കും നിന്റെ വാസസ്ഥലം. നിന്റെ വാളുകൊണ്ട് നീ ജീവിക്കും, നിന്റെ സഹോദരനെ നീ സേവിക്കും. എന്നാൽ നീ അസ്വസ്ഥനാകുമ്പോൾ അവൻ്റെ നുകം നിന്റെ ചുമലിൽ നിന്ന് നീ തകർത്തെറിയും. യാക്കോബ് ലാബാന്റെ അടുക്കലേക്ക്. തൻ്റെ പിതാവ് യാക്കോബിനെ അനുഗ്രഹിച്ചതുമൂലം ഏസാവ് യാക്കോബിനെ വെറുത്തു. അവൻ ആത്മഗതം ചെയ്തു. പിതാവിനെപ്പറ്റി വിലപിക്കാനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സഹോദരൻ യാക്കോബിനെ കൊല്ലും. തൻ്റെ മൂത്ത മകൻ ഏസാവിൻ്റെ വാക്കുകളെപ്പറ്റി റബേക്കായ്ക്ക് അറിവ് കിട്ടി. അവൾ തൻ്റെ ഇളയ മകൻ യാക്കോബിനെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഇതാ, നിന്റെ സഹോദരൻ ഏസാവ് നിന്നെ കൊല്ലാനായി പ്രതികാര ചിന്തയിലാണ്. എൻ്റെ മകനെ, ഇപ്പോൾ എൻ്റെ സ്വരം ശ്രവിക്കുക. എഴുന്നേറ്റ് ഹാരാനിലേക്ക്, എൻ്റെ സഹോദരൻ ലാബാന്റെ അടുത്തേക്ക് രക്ഷപ്പെട്ടുകൊള്ളുക. നിന്റെ സഹോദരൻ്റെ രോഷമടങ്ങുവോളം നീ കുറച്ചുനാൾ അവനോടൊപ്പം താമസിക്കുക. നിന്റെ സഹോദരന് നിന്നോടുള്ള കോപം അടങ്ങുകയും നീ ചെയ്തതൊക്കെ അവൻ മറക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ആളയച്ച് നിന്നെ അവിടെ നിന്ന് കൊണ്ടുവരാം. ഒരേ ദിവസം നിങ്ങൾ 2 പേരും എനിക്ക് നഷ്ടപ്പെടുന്നത് എന്തിന്? റബേക്ക ഇസഹാക്കിനോട് പറഞ്ഞു, ഈ ഹിത്യ സ്ത്രീകളോടൊപ്പമുള്ള ജീവിതം എനിക്ക് മടുത്തു. ഇവരെ പോലെയുള്ള ഈ നാട്ടുകാരായ ഹിത്യ സ്ത്രീകളിൽ നിന്ന് ഒരുവളെ യാക്കോബും ഭാര്യയായി സ്വീകരിച്ചാൽ പിന്നെ എനിക്ക് എന്തിനാണ് ജീവിതം? ഉൽപ്പത്തി അധ്യായം 28. ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ചു. അവനോട് കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കാനാനി സ്ത്രീകളിൽ നിന്ന് നീ ഭാര്യയെ സ്വീകരിക്കരുത്. നീ എഴുന്നേറ്റ് പാദാനാരാമിൽ നിന്റെ അമ്മയുടെ പിതാവായ ബെത്തുവേലിൻ്റെ വീട്ടിലേക്ക് പോവുക. അവിടെ നിന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രന്മാരിൽ ഒരാളെ നീ ഭാര്യയായി സ്വീകരിക്കുക. സർവശക്തനായ തമ്പുരാൻ നിന്നെ അനുഗ്രഹിച്ച് ഫലസമൃദ്ധമാക്കി വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെ നീ ജനങ്ങളുടെ ഒരു സമൂഹമായി തീരും. ദൈവം അബ്രാഹത്തിന് നൽകിയ നിന്റെ വിപ്രവാസത്തിൻ്റെ ഈ നാട് നീ അവകാശപ്പെടുത്തേണ്ടതിന് അബ്രാഹത്തിൻ്റെ അനുഗ്രഹം നിനക്കും നിന്നോടൊപ്പം നിന്റെ സന്തതിക്കുമായി അവിടുന്ന് നൽകട്ടെ.
അങ്ങനെ ഇസഹാക്ക് യാക്കോബിനെ പറഞ്ഞയച്ചു. അവൻ പാദാൻ ആരാമിലുള്ള അരമായനായ ബെത്തുവേലിൻ്റെ മകനും യാക്കോബിൻ്റെയും ഏസാവിൻ്റെയും അമ്മ റെബേക്കായുടെ സഹോദരനുമായ ലാബാൻ്റെ അടുക്കിലേക്ക് പോയി. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചതും പാദാൻ ആരാമിൽ നിന്ന് ഭാര്യയെ കണ്ടുപിടിക്കുന്നതിന് പറഞ്ഞയച്ചതും അവനെ അനുഗ്രഹിക്കവേ കാനാനീരിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കരുതെന്ന് അവനോട് കൽപ്പിച്ചതും ഏസാവ് മനസ്സിലാക്കി. യാക്കോബ് തൻ്റെ പിതാവിനെയും മാതാവിനെയും അനുസരിച്ച് പാദാൻ ആരാമിലേക്ക് പോയി. തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൃഷ്ടികളിൽ കാനാൻ പുത്രിമാർ ദുഷിച്ചവരാണെന്ന് ഏസാവ് കണ്ടു. ഏസാവ് ഇസ്മായിലിൻ്റെ അടുത്ത് ചെന്ന് അബ്രാഹത്തിൻ്റെ പുത്രനായ ഇസ്മായിലിൻ്റെ മകളും നെബായോത്തിൻ്റെ സഹോദരിയുമായ മഹലത്തിനെ തൻ്റെ ഭാര്യമാർക്ക് പുറമെ ഒരു ഭാര്യയായി സ്വീകരിച്ചു. യാക്കോബിൻ്റെ സ്വപ്നം. യാക്കോബ് ബർഷബായിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുകയാൽ അവിടെ രാപ്പാർത്തു. ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയ്ക്കൽ വെച്ച് ആ സ്ഥലത്ത് അവൻ കിടന്നു. അപ്പോൾ അവൻ സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ ഉറപ്പിച്ച ഒരു കോവണി, അതിൻ്റെ മുകളറ്റം ആകാശം മുട്ടിയിരുന്നു. ദേവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതാ, അതിനു മുകളിലായി കർത്താവ് നിൽക്കുന്നു. അവിടുന്ന് അരുൾ ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവും ഇസഹാക്കിൻ്റെ ദൈവവുമാണ്. നീ കിടക്കുന്ന ഈ ഭൂമി നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ നൽകും. നിന്റെ സന്തതി ഭൂമിയിലെ പൂഴി പോലെയാകും. പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും നീ വ്യാപിക്കും. മണ്ണിലെ വംശങ്ങളെല്ലാം നിന്നിലൂടെയും നിന്റെ സന്തതിയിലൂടെയും അനുഗ്രഹിക്കപ്പെടും. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്ന ഇടത്തെല്ലാം ഞാൻ നിന്നെ സംരക്ഷിക്കും. നിന്നെ ഈ മണ്ണിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരും. എന്തെന്നാൽ നിന്നോട് ഞാൻ പറഞ്ഞത് നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാൻ അതറിഞ്ഞിരുന്നില്ല. ഭീതി പൂണ്ട് അവൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയാനകമാണ്! ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നല്ല, സ്വർഗത്തിൻ്റെ കവാടമാണിത്. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്കൽ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിൻ്റെ മുകളിൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. ലൂസ് എന്നായിരുന്നു ആ പട്ടണത്തിൻ്റെ ആദ്യത്തെ പേര്. അത് കഴിഞ്ഞ് യാക്കോബ് ഒരു നേർച്ച നേർന്നുകൊണ്ട് പറഞ്ഞു, ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഞാൻ സഞ്ചരിക്കുന്ന ഈ വഴിയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഭക്ഷിപ്പാൻ അപ്പവും ധരിക്കാൻ വസ്ത്രവും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവ് എനിക്ക് ദൈവമായി തീരും. തൂണായി ഞാൻ കുത്തി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിൻ്റെ ഭവനമായിരിക്കും. അവിടുന്ന് എനിക്ക് തരുന്നതിൻ്റെ എല്ലാം ദശാംശം ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യും. സങ്കീർത്തനങ്ങൾ 24 മുതൽ 27 വരെ. സങ്കീർത്തനം 24. മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു. ഭൂമിയും അതുൾക്കൊള്ളുന്നവയും ലോകവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ്. എന്തെന്നാൽ അവിടുന്നാണ് സമുദ്രങ്ങൾക്ക് മീതെ അതിനെ സ്ഥാപിച്ചത്, പ്രവാഹങ്ങൾക്ക് മീതെ അതിനെ ഉറപ്പിച്ചതും. കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിലകൊള്ളും? നിഷ്കളങ്കമായ കരതലങ്ങളും സംശുദ്ധമായ ഹൃദയവുമുള്ളവൻ, മിഥ്യയായതിലേക്ക് പ്രാണനെ ഉയർത്താത്തവൻ, വ്യാജത്തിനായി ശപഥം ചെയ്യാത്തവൻ, അവൻ കർത്താവിൽ നിന്ന് അനുഗ്രഹം നേടിയെടുക്കും, തൻ്റെ രക്ഷയായ ദൈവത്തിൽ നിന്ന് നീതിയും. യാക്കോബേ, നിന്റെ മുഖം അന്വേഷിക്കുന്നവരായി അവിടുത്തെ തേടുന്നവരുടെ തലമുറ ഇതാണ്. കവാടങ്ങളെ ശിരസുയർത്തുവിൻ, പുരാതന വാതിലുകളെ ഉയരുവിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? ശക്തനും വീരനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസുയർത്തുവിൻ, പുരാതന വാതിലുകളെ ഉയരുവിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? സൈന്യങ്ങളുടെ കർത്താവ് തന്നെ, അവിടുന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്. സങ്കീർത്തനം 25. വഴികാട്ടണമേ. കർത്താവെ, അങ്ങേ പക്കലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ ഉയർത്തുന്നു. എൻ്റെ ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിതനാകാതിരിക്കട്ടെ. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കാതിരിക്കട്ടെ. അങ്ങേ കാത്തിരിക്കുന്ന ആരും ലജ്ജിതരാവുകയില്ല. അകാരണമായി വഞ്ചിക്കുന്നവർ ലജ്ജിതരാകും. കർത്താവെ, അങ്ങയുടെ വഴികൾ എന്നെ അറിയിക്കണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിൽ എന്നെ വഴി നടത്തണമേ. എന്നെ പഠിപ്പിക്കണമേ. അങ്ങാണല്ലോ എൻ്റെ രക്ഷയുടെ ദൈവം.
ദിവസം മുഴുവൻ ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദയാവായ്പും കാരുണ്യവും അനുസ്മരിക്കണമേ. അവ അനാദി മുതലേ ഉള്ളതാണല്ലോ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവെ, കാരുണ്യത്തിന് അനുസൃതമായി അങ്ങയുടെ നന്മയെ പ്രതി കർത്താവെ എന്നെ അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും സത്യസന്ധനുമാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പാപികളെ തൻ്റെ മാർഗത്തിൽ പരിശീലിപ്പിക്കുന്നത്, പീഡിതരെ നീതിയിൽ വഴി നടത്തുന്നത്, പീഡിതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ ഉടമ്പടിയും സാക്ഷ്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നവർക്ക് അവിടുത്തെ പാതകളെല്ലാം കൃപയും സത്യവുമാണ്. കർത്താവെ, എൻ്റെ കുറ്റം ഏറെയായതിനാൽ അങ്ങയുടെ നാമത്തെ പ്രതി അത് ക്ഷമിക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്ന വ്യക്തി ആരായാലും തിരഞ്ഞെടുക്കേണ്ട വഴിയിൽ അവിടുന്ന് അവനെ പരിശീലിപ്പിക്കും. അവൻ്റെ ഐശ്വര്യത്തിൽ അന്തിയുറങ്ങും. അവൻ്റെ സന്തതി ഭൂമി അവകാശമാക്കും. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അത് അവരെ തൻ്റെ ഉടമ്പടി അറിയിക്കാനാണ്. എൻ്റെ കണ്ണുകൾ സദാ കർത്താവിങ്കിലേക്കാണ്. അവിടുന്ന് തീർച്ചയായും എൻ്റെ കാലുകൾ കെണിയിൽ നിന്ന് വിടുവിക്കും. എൻ്റെ നേർക്ക് തിരിയണമേ, എന്നിൽ കനിയണമേ. എന്തെന്നാൽ ഞാൻ ഏകാകിയും അഗതിയുമാണ്. എൻ്റെ ഹൃദയഞെരുക്കങ്ങൾ അവർ വിപുലമാക്കിയിരിക്കുന്നു. എൻ്റെ വ്യതകളിൽ നിന്ന് അങ്ങ് എന്നെ പുറത്തെടുക്കണമേ. എൻ്റെ പീഡകളും ക്ലേശങ്ങളും കാണണമേ. എൻ്റെ പാപങ്ങൾക്കെല്ലാം മാപ്പേകണമേ. എൻ്റെ ശത്രുക്കൾ പെരുകിയിരിക്കുന്നെന്നും അവർ എന്നെ കഠിനമായ ദ്വേഷത്താൽ വെറുക്കുന്നെന്നും അങ്ങ് കാണണമേ. എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ. എന്നെ മോചിപ്പിക്കണമേ. അങ്ങിൽ അഭയം തേടുന്നതുകൊണ്ട് ഞാൻ ലജ്ജിക്കാതിരിക്കട്ടെ. നിഷ്കളങ്കതയും ഹൃദയപരമാർത്ഥതയും എന്നെ കാത്തു സൂക്ഷിക്കട്ടെ. എന്തെന്നാൽ ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ദൈവമേ, ഇസ്രായേലിനെ അവൻ്റെ സകല കഷ്ടതകളിൽ നിന്നും വിമോചിപ്പിക്കണമേ. സങ്കീർത്തനം 26. നിഷ്കളങ്കന്റെ പ്രാർത്ഥന. കർത്താവേ, എന്നെ ന്യായം വിധിക്കണമേ. നിഷ്കളങ്കതയിലാണല്ലോ ഞാൻ വ്യാപരിച്ചത്. ചഞ്ചലപ്പെടാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. കർത്താവേ, എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക. എൻ്റെ അന്തരംഗവും ഹൃദയവും ഉരച്ചു നോക്കുക. അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുൻപിലുണ്ടല്ലോ. അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു. വ്യർത്ഥ മർത്യരോടൊത്ത് ഞാൻ ഇരുന്നിട്ടില്ല. വഞ്ചകരോടൊപ്പം ഞാൻ പോയിട്ടില്ല. ദുർവൃത്തരുടെ സംഘത്തെ ഞാൻ വെറുത്തു. ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയില്ല. നിരപരാധിത്വത്തിൽ ഞാൻ എൻ്റെ കരതലം കഴുകുന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ ബലിപീഠത്തെ വലം വയ്ക്കുന്നു. അത് കൃതജ്ഞതാരവം മുഴക്കുന്നതിനും അങ്ങയുടെ സകല വിസ്മയകൃത്യങ്ങളും പ്രഘോഷിക്കുന്നതിനുമാണ്. കർത്താവേ, അങ്ങയുടെ വാസഭവനവും മഹത്വത്തിൻ്റെ ആലയസ്ഥാനവും ഞാൻ ഇഷ്ടപ്പെടുന്നു. എൻ്റെ ആത്മാവിനെ പാപികളോടുകൂടെ എണ്ണരുതേ. രക്തദാഹികളോടുകൂടെ എൻ്റെ ജീവനെയും. അവരുടെ കൈകളിൽ കുതന്ത്രമാണ്. അവരുടെ വലതുകരം കോഴ നിറഞ്ഞതാണ്. ഞാനോ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു. അങ്ങനെ വിമോചിപ്പിക്കുകയും എന്നിൽ കനിയുകയും ചെയ്യണമേ. നിരപ്പായ സ്ഥലത്ത് എൻ്റെ കാൽ ഉറച്ചു നിൽക്കുന്നു. കൂട്ടായ്മകളിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തും. സങ്കീർത്തനം 27. കർത്താവിൽ ആശ്രയം. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിൻ്റെ ജീവൻ്റെ ശക്തി ദുർഗമാണ്. ഞാൻ ആരെ പേടിക്കണം? ദുർവൃത്തരായ എൻ്റെ വൈരികളും ശത്രുക്കളും എൻ്റെ ശരീരം ഭക്ഷിക്കുന്നതിന് എന്നോടടുക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു പടനിര തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ഒരു യുദ്ധം എനിക്കെതിരെ പൊട്ടിപ്പുറപ്പെട്ടാലും അത് സംബന്ധിച്ച് ഞാൻ ആത്മവിശ്വാസമുള്ളവനായിരിക്കും. ഒരു കാര്യം ഞാൻ കർത്താവിൽ നിന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. ഞാൻ അന്വേഷിക്കുന്നതും അതുതന്നെ, കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ സൗകുമാര്യം ദർശിക്കാനും ആസ്വദിക്കാനുമായി ജീവിതകാലം മുഴുവനും കർത്താവിൻ്റെ ഭവനത്തിലുള്ള എൻ്റെ വാസം. തീർച്ചയായും ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ പന്തലിൽ എന്നെ മറയ്ക്കും. തൻ്റെ കൂടാരത്തിൻ്റെ മറയിൽ എന്നെ ഒളിപ്പിക്കും. ഒരു പാറയിൽ എന്നെ ഉയർത്തി നിർത്തും. ആകയാൽ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും. അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ആഹ്ലാദ ബലികൾ അർപ്പിക്കും. കർത്താവിനായി പാട്ടുപാടുകയും കീർത്തനം ആലപിക്കുകയും ചെയ്യും. കർത്താവെ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ സ്വരം കേൾക്കണമേ. എന്നിൽ കനിയണമേ, എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ ഹൃദയമേ, നിന്നോട് അവിടുന്ന് അരുൾ ചെയ്യുന്നു. എൻ്റെ മുഖം നിങ്ങൾ തേടുവിൻ. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറയ്ക്കരുതേ. അങ്ങയുടെ ദാസനെ കോപത്തോടെ മാറ്റി നിർത്തരുതേ. അങ്ങയുടെ സഹായമാണ്. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തിരസ്കരിക്കരുതേ. എന്നെ കൈവിടിയരുതേ. എന്തെന്നാൽ അപ്പനും അമ്മയും എന്നെ കൈവിടിഞ്ഞിരിക്കുന്നു. എന്നാൽ കർത്താവ് എന്നെ ചേർത്തണയ്ക്കും.
കർത്താവെ, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എനിക്കെതിരെ പതിയിരിക്കുന്നവർ നിമിത്തം നിരപ്പായ പാതയിലൂടെ എന്നെ നയിക്കണമേ. എൻ്റെ വൈരികളുടെ ആർത്തിക്ക് എന്നെ വിട്ടുകൊടുക്കരുതേ. എന്തെന്നാൽ കാപട്യത്തിൻ്റെയും അക്രമാസക്തിയുടെയും സാക്ഷികൾ എനിക്കെതിരെ എഴുന്നേൽക്കുന്നു. എന്നാലും ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുക, കരുത്താർജിക്കുക. നിന്റെ ഹൃദയം ബലവത്താക്കുക, കർത്താവിൽ പ്രത്യാശയർപ്പിക്കുക.